നമസ്കാരം. ലോകത്തിന്റെ സമാധാനത്തിന്റെ അവസാന പ്രതീക്ഷയ്ക്ക് മുകളിലും കാർമേഘം കുമിഞ്ഞുകൂടി തുടങ്ങി. യുദ്ധങ്ങൾ എല്ലായ്പ്പോഴും അതിർത്തികളിൽ തുടങ്ങണമെന്നില്ല. ചിലപ്പോൾ ഒരു ഡ്രോണിന്റെ ശബ്ദത്തിൽ, ഒരു വ്യാപാര കപ്പലിന്റെ പുകയിലും, ഒരു പ്രസിഡന്റിന്റെ ഒറ്റ ഭീഷണിയിലും ലോകക്രമം മാറി തുടങ്ങും. പശ്ചിമേഷ്യയിൽ വീണ്ടും അത്തരമൊരു നിമിഷമാണ് പിറക്കുന്നത്. സമാധാനത്തിന്റെ പതാക ഉയർത്തിയ കൈകൾ തന്നെയാണ് വീണ്ടും മിസൈലുകൾക്ക് അനുമതി നൽകുന്നത്. ഹോർമുസ് കടലിടുക്കിൽ മുടങ്ങിയ സ്ഫോടനങ്ങൾ വെറും സൈനിക ഏറ്റുമുട്ടലിന്റെ സൂചനയല്ല, ലോക സമ്പദ് വ്യവസ്ഥയുടെ ഹൃദയമിടിപ്പ് വീണ്ടും അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുന്നതിന്റെ മുന്നറിയിപ്പ് കൂടിയാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ച് ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് വീണ്ടും ആക്രമണവും പ്രത്യാക്രമണവും അരങ്ങേറുന്നത്. അതിനൊപ്പം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നേരെ പുതിയ തീരുവ ഭീഷണി ഉയർത്തി ഡൊണാൾഡ് ട്രംപ് രംഗത്ത് എത്തിയത് ചെയ്തതോടെ യുദ്ധം ഇനി യുദ്ധക്കളത്തിൽ മാത്രമല്ല, സാമ്പത്തിക രംഗത്തും വ്യാപാര മേശകളിലും നയതന്ത്ര വേദികളിലും ഒരേ സമയം നടക്കുകയാണെന്ന സൂചനയാണ് ലോകത്തിന് ലഭിക്കുന്നത്. ഇനി ചോദ്യം, ഒരു ഡ്രോണിന്റെ ആക്രമണം മാത്രമാണോ ഈ പുതിയ സംഘർഷത്തിന് പിന്നിൽ, അതോ വെടിനിർത്തൽ ഒരിക്കലും യഥാർത്ഥ സമാധാനമായിരുന്നില്ലേ എന്നുള്ളതാണ്. അമേരിക്കയുടെ സുരക്ഷാ തന്ത്രവും ട്രംപിന്റെ സാമ്പത്തിക സമ്മർദ്ദ നയവും ഇറാന്റെ പ്രാദേശിക സ്വാധീന പോരാട്ടവും യൂറോപ്പുമായുള്ള വ്യാപാര ഏറ്റുമുട്ടലും ഒരേ സമയം തുടങ്ങുമ്പോൾ ലോകം മറ്റൊരു അസ്ഥിര യുഗത്തിന്റെ കവാടത്തിലേക്കാണോ സഞ്ചരിക്കുന്നത് എന്ന ചോദ്യമാണ് ലോകത്താകമാനം ഉയരുന്നത്. ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ കേന്ദ്രബിന്ദു. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്കിടെ ആശങ്കയായാണ് വീണ്ടും US-ഇറാൻ ഏറ്റുമുട്ടൽ ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഹോർമൂസിൽ ചരക്കു കപ്പലിനു നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായി ഇറാനിലെ മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് US സൈന്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിൽ ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഒപ്പിട്ടതിനും ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പുതിയ നീക്കങ്ങൾ. ഇത് സമാധാന ശ്രമങ്ങളെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ലോകം. വെടിനിർത്തൽ ലംഘിച്ചതിലുള്ള തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇരുവിഭാഗവും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അതിനിടെ പുതിയ തീരുവ ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയതാണ് സ്ഥിതി കൂടുതൽ ഗുരുതരമാക്കുന്നത്. ഏതെങ്കിലും അമേരിക്കൻ കമ്പനിയുടെ ഡിജിറ്റൽ സേവനങ്ങൾക്ക് നികുതി ഈടാക്കുന്ന രാജ്യങ്ങളുടെ മേൽ 100% ഇറക്കുമതി തീരുവ ചുമത്തുമെന്നാണ് പുതിയ ഭീഷണി. നിലവിലുള്ള വ്യാപാര കരാറിലെ വ്യവസ്ഥകളെ മറികടന്നാകും പുതിയ തീരുവ. യൂറോപ്യൻ രാജ്യങ്ങളെ ലക്ഷ്യമിട്ടാണ് ട്രംപിന്റെ ഭീഷണി എന്നതാണ് യാഥാർത്ഥ്യം. ജൂലൈ 4-നകം അമേരിക്കയുമായി വ്യാപാര കരാറിലെത്താൻ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അന്ത്യശാസനം നൽകിയിരിക്കെയാണ് പുതിയ തീരുവ ഭീഷണി എന്നതും ശ്രദ്ധേയമാണ്. ഇന്നത്തെ ലോകത്തിൽ യുദ്ധം എന്നത് ഇനി ടാങ്കറുകളുടെയും മിസൈലുകളുടെയും മാത്രം ഉപയോഗിച്ചല്ല നടക്കുന്നത്. ഒരു വശത്ത് ഡ്രോണുകൾ ആകാശം തകർത്ത് തരിപ്പണമാക്കുമ്പോൾ മറുവശത്ത് തീരുവകൾ ആഗോള വിപണിയെ കീറിമുറിക്കുകയാണ്. ഹോർമൂസിലെ ഒരു ആക്രമണം എണ്ണവില ഉയർത്തും. വാഷിംഗ്ടണിലെ ഒരു ഒപ്പ് യൂറോപ്പിന്റെ സമ്പദ് വ്യവസ്ഥയെ പോലും ബാധിക്കും. അതാണ് പുതിയ ലോകക്രമത്തിന്റെ യാഥാർത്ഥ്യം. ട്രംപ് ഒരേ സമയം 2 മുന്നറിയിപ്പുകളാണ് നൽകുന്നത്. എതിരാളികൾക്ക് സൈനിക ശക്തിയുടെ മുന്നറിയിപ്പും സഖ്യരാജ്യങ്ങൾക്ക് സാമ്പത്തിക സമ്മർദ്ദത്തിന്റെ മുന്നറിയിപ്പും. ഇറാനും അതേ ഭാഷയിലാണ് മറുപടി പറയുന്നത്. സമ്മർദ്ദത്തിന് മുന്നിൽ പിന്മാറില്ല എന്ന പ്രഖ്യാപനത്തോടെ ഈ സാഹചര്യത്തിൽ വെടിനിർത്തൽ കരാർ ഇപ്പോൾ കടലാസിൽ മാത്രമാണോ അതോ വീണ്ടും പ്രാവർത്തികമാകുമോ എന്ന ചോദ്യമാണ് നിർണായകം. ഇനി പശ്ചിമേഷ്യയിൽ മുഴങ്ങുന്ന ഓരോ സ്ഫോടന ശബ്ദവും ലോക ഓഹരി വിപണിയിലും എണ്ണവിലയിലും ഭക്ഷ്യവിലയിലും പ്രതിഫലിക്കും. അതേസമയം ഓരോ പുതിയ തീരുവ പ്രഖ്യാപനവും സൈനിക സംഘർഷത്തിന്റെ അത്ര തന്നെ ശക്തമായ സാമ്പത്തിക ആഘാതങ്ങൾ സൃഷ്ടിക്കും. അതിനാൽ ലോകം ഇപ്പോൾ നേരിടുന്നത് 2 സമാന്തര യുദ്ധങ്ങളെയാണ്. ഒന്ന് മിസൈലുകളുടെ യുദ്ധം, മറ്റൊന്ന് വിപണികളുടെ യുദ്ധം. ഈ രണ്ടും ഒരേ സമയം നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ പശ്ചിമേഷ്യയുടെ പ്രതിസന്ധി ഒരു പ്രാദേശിക പ്രശ്നമായി നിൽക്കില്ല. അത് ആഗോള രാഷ്ട്രീയത്തിന്റെയും സമ്പദ് വ്യവസ്ഥയുടെയും അടുത്ത വലിയ വഴിത്തിരിവായി അല്ലെങ്കിൽ പൊട്ടിത്തെറിയായി ചരിത്രത്തിൽ രേഖപ്പെടുത്തും.